ഇന്നത്തെ ഈ ഒരു വീഡിയോ കൂടി നോക്കാൻ പോകുന്നത് ഡിഫെൻഡിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും അതുപോലെ തന്നെ എങ്ങനെ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ഡിഫെൻസ് സെറ്റ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളാണ്. കുറേ നല്ല കാർഡ്സ് ഉണ്ടായിട്ടും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായിട്ടും ഉപകാരപ്പെടും. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതൊരു ചെറിയൊരു ഫുട്ബോൾ ചാനലാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ ചെയ്യുന്നത്, അതായത് വോയിസ് ഓവറൊക്കെ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നതിൽ കുറച്ച് മിസ്റ്റേക്കൊക്കെ വന്നേക്കാം, അതൊന്ന് നിങ്ങൾ ക്ഷമിച്ചേക്കാം. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. ഇതുപോലത്തെ വീഡിയോസ് ആയിരിക്കും ഈ ഒരു ചാനൽ കൂടി അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം, അതായത് എങ്ങനെയാണ് നമുക്കൊരു പ്രോപ്പറായിട്ടുള്ള ഡിഫെൻസ് സെറ്റ് ചെയ്ത് വെക്കാന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ മാക്സിമം 3 മാൻ ഡിഫെൻസ് ഒഴിവാക്കാൻ ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ 3 മാൻ ഡിഫെൻസ് ഒക്കെ വെക്കുമ്പോൾ ഓപ്പോണൻറ്റിനായിരിക്കും കൂടുതൽ ചാൻസ്. ഓപ്പോണൻറ്റ് വിങ് കൂടി അറ്റാക്ക് ചെയ്ത് ഗോൾ സ്കോർ ചെയ്യാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. റൈറ്റ് ബാക്കും ലെഫ്റ്റ് ബാക്കും നിങ്ങൾ ഓഫൻസീവ് ഫുൾ ബാക്കും അതുപോലെ തന്നെ ഡിഫെൻസീവ് ഫുൾ ബാക്കും വെക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ആ ഒരു ഒഫൻസീവ് ഫുൾ ബാക്ക് വെക്കുന്നതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് തന്നെ നിങ്ങൾ ബിൽഡപ്പ് കാർഡും യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഡിഫെൻസീവ് ഫുൾ ബാക്കിൻ്റെ ഒന്നിച്ച് തന്നെ നമ്മൾ ഡിസ്ട്രോയർ കാർഡും യൂസ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഒഫൻസീവ് ഫുൾ ബാക്ക് അറ്റാക്കിങ്ങിലേക്ക് കയറി പോകുമ്പോൾ ആ ഒരു ഏരിയ, അതായത് ആ ഒരു ബാക്ക് സൈഡ് ഏരിയ നമ്മളുടെ ബിൽഡപ്പ് കാർഡ് നോക്കിക്കോളും. അതുപോലെ തന്നെ ഡിസ്ട്രോയർ കാർഡ് മുന്നോട്ട് കയറി പോകുമ്പോൾ ഡിഫെൻസീവ് ഫുൾ ബാക്ക് ആ ഒരു ഏരിയ നോക്കിക്കോളും. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ രണ്ട് സൈഡിലും ഒഫൻസീവ് ഫുൾ ബാക്ക് വെച്ച് കളിക്കാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. അതുപോലെ തന്നെ 2 ഡിസ്ട്രോയർ കാർഡും വെച്ച് കളിക്കാതിരിക്കാൻ ശ്രമിക്കുക. പിന്നെ ഡിഫൻഡേഴ്സിന് എംബയിലും മുകളിൽ സ്പീഡ് ഉണ്ട് എന്നും നിങ്ങൾ ഉറപ്പുവരുത്താം. ഹൈറ്റുള്ള സെൻറ്റർ ബാക്കുകൾ വെക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അതുപോലെ തന്നെ ഡിഫെൻഡിങ്ങിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു പൊസിഷനാണ് DMF. അപ്പോൾ DMFിലായിട്ട് നിങ്ങളൊരു ആങ്കർമാൻ കാർഡ് വെക്കുക. ആ ഒരു ആങ്കർമാൻ കാർഡിൽ പ്രധാനമായിട്ട് ഉണ്ടായിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, മുന്നോട്ട് നല്ല പാസ് ചെയ്ത് ചാൻസസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതും അറ്റാക്കിങ്ങിലോട്ട് പോകുന്നതിനോടൊപ്പം തന്നെ ഒരു ഡിഫൻഡർ റോളായിട്ട് പുറകോട്ട് വരുന്നതായിട്ടുള്ളൊരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക. അതായത് ഒരു ഡിഫൻഡറിന് ഉണ്ടായിരിക്കേണ്ട അത്യാവശ്യം കാര്യങ്ങൾ ആ ഒരു DMFന് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതുവരെയായിട്ട് പറഞ്ഞത് നമുക്ക് എങ്ങനെ ഡിഫെൻഡേഴ്സിനെ സെറ്റ് ചെയ്യാന്നാണ്. ഇനി പറയാൻ പോകുന്നത് നമുക്ക് എങ്ങനെ പ്രോപ്പറായിട്ട് ഡിഫെൻഡിങ് ചെയ്യാന്നാണ്. അപ്പോൾ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ട 2 ബട്ടൺസ് ആണ്. ഒന്ന് ജോയ്സ്റ്റിക്ക് ബട്ടണും ഒന്ന് മാച്ചപ്പ് ബട്ടണും. ഈ ഒരു 2 ബട്ടണും നിങ്ങൾ യൂസ് ചെയ്യാൻ മാസ്റ്റർ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു ഓപ്പോണൻറ്റിൻ്റെ അറ്റാക്കുകൾ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോഴും നിങ്ങൾ ഡാഷ് ബട്ടൺ യൂസ് ചെയ്തിട്ടാണ് ഡിഫെൻഡിങ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇനി മുതൽ നിങ്ങൾ മാച്ചപ്പ് ബട്ടൺ യൂസ് ചെയ്ത് ഡിഫെൻഡ് ചെയ്യാൻ പഠിക്കുക. ഡാഷ് ബട്ടൺ യൂസ് ചെയ്യുന്നതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അത് നമ്മൾ ഈ ഒരു ഡാഷ് ബട്ടൺ യൂസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടായിരിക്കും ആ ഒരു പ്ലേയേഴ്സിനെ സ്വിച്ച് ചെയ്യുന്നതും പ്ലേയേഴ്സ് ഡിഫെൻഡിങ് ചെയ്യാൻ റൺ ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഈ ഒരു മാച്ചപ്പ് ബട്ടണും അതുപോലെ തന്നെ ജോയ്സ്റ്റിക്ക് ബട്ടണും യൂസ് ചെയ്ത് നമുക്ക് എങ്ങനെ ഡിഫെൻഡിങ് ചെയ്യാന്നുള്ള കാര്യം ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഒരു ഒപ്പോണൻറ്റ് നമ്മുടെ പോസ്റ്റിലേക്ക് അറ്റാക്ക് ചെയ്ത് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഡിഫെൻഡേഴ്സിനെ മുന്നോട്ട് പുഷ് ചെയ്യുന്നതിന് പകരം നമ്മൾ ആ ഒരു മാച്ചപ്പ് ബട്ടണും അതുപോലെ തന്നെ ജോയ്സ്റ്റിക്ക് ബട്ടണും യൂസ് ചെയ്തിട്ട് സ്വിച്ച് ബട്ടൺ യൂസ് ചെയ്തിട്ട് എല്ലാ ഡിഫെൻഡേഴ്സിനും ബാക്കിലോട്ട് വലിക്കാൻ നോക്കുക. അങ്ങനെ ചെയ്ത് നിങ്ങളുടെ ആ ഒരു ഡിഫെൻസീവ് ലൈന് നിങ്ങൾ കീപ്പ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ആ ഒരു ഡിഫെൻസ് പൊട്ടാനുള്ള ചാൻസസ് കുറവായിരിക്കും. നിങ്ങളുടെ മെയിൻ സെൻറ്റർ ബാക്കുകളെ വെച്ച് റഷ് ചെയ്യിപ്പിക്കുന്നതിന് പകരം നിങ്ങളുടെ ആങ്കർമാനായിട്ടുള്ള ആ ഒരു DMF വെച്ച് ആ ഒരു ഒപ്പോണൻറ്റിന് നേരെ റഷ് ചെയ്യിപ്പിച്ചിട്ട് ഡിഫെൻസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ആ ഒരു സ്വിച്ച് ബട്ടൺ യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ഡിഫെൻസ് ചെയ്യാമെന്നാണ്. നമ്മളുടെ ഒപ്പോണൻറ്റിൻ്റെ ആ ഒരു നീക്കങ്ങൾ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തിട്ടാണ് ഈ ഒരു സ്വിച്ച് ബട്ടൺ യൂസ് ചെയ്ത് ഡിഫെൻസ് ചെയ്യേണ്ടത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. ഈ ഒരു ഒപ്പോണൻറ്റ് ഒരു ത്രൂ പാസ് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ എൻ്റെ ഒരു ഡിഫൻഡറിനെ സ്വിച്ച് ചെയ്തിട്ട് ഞാൻ ആ ഒരു ബോൾ ക്ലിയർ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ ആ ഒരു സ്വിച്ച് ബട്ടൺ യൂസ് ചെയ്തിട്ട് അതുപോലെ തന്നെ ആ ഒരു ഒപ്പോണൻറ്റിനെ പ്രെഡിക്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ഡിഫെൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ അടുത്ത എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ആ ഒരു ഡിഫെൻഡിങ് ഏരിയയിൽ ഒരു ഡിഫൻഡർ മാത്രമാണ് ഉള്ളത് എങ്കിൽ അതോടൊപ്പം നിങ്ങളുടെ ആ ഒരു ഒപ്പോണൻറ്റ് റഷ് ചെയ്ത് വരുവാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഗോൾ കീപ്പറിനായിട്ട് നിങ്ങൾ പാസ് കൊടുക്കുക, എന്നിട്ട് അവിടെ നിന്ന് ക്ലിയർ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ പലരും ചെയ്യുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഡിഫൻഡറിനെ വെച്ച് തന്നെ ക്ലിയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അതൊരു ഡേഞ്ചറായിട്ട് മാറാനും അതുപോലെ തന്നെ കോർണർ കിക്കായിട്ട് മാറാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ നിങ്ങളുടെ ആ ഒരു ഡിഫെൻഡിങ് ഏരിയയിൽ ത്രൂ പാസ് ഇട്ട് കളിക്കാനുള്ള സ്പേസ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ത്രൂ പാസ് ഇട്ട് കളിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ പ്ലേയേഴ്സിനെ ഓപ്പോണൻറ്റിൻ്റെ പ്ലേയേഴ്സ് കവർ ചെയ്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്ലേയേഴ്സിന് ഡിഫെൻഡിങ് ഏരിയയിൽ വെച്ച് പാസ് കൊടുക്കാതിരിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ പെനാൾട്ടി ഏരിയയിൽ വെച്ച് ബോൾ കിട്ടുവാണ്, ഒപ്പം ഓപ്പോണൻറ്റ് പ്ലേയേഴ്സ് ആ ഒരു ഏരിയയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ലിയർ ചെയ്ത് കളയാം. ആ ഒരു പെനാൾട്ടി ഏരിയയിലൊക്കെ വരുത്തുന്ന ചെറിയ ഡിഫെൻഡിങ് മിസ്റ്റേക്കുകളായിരിക്കും നിങ്ങളെ വലിയ തോൽവിയിലേക്ക് കാരണമാക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ നല്ല പെർഫോമൻസ് ഒക്കെ തരുന്ന എപ്പിക് കാർഡുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് വെക്കുക. കൊണാമി തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് കുറേ നല്ല ഡിഫെൻഡിങ് കാർഡ്സുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പെർഫോമൻസ് ചെയ്യുന്ന കുറച്ച് കാർഡുകൾ ഏതാണെന്ന് വെച്ചാൽ, ഈ ഒരു ഫ്രീ ആയിട്ട് കിട്ടിയ കോസ്റ്റ കുർട്ടിയുടെ കാർഡ് നമുക്ക്
ലെഫ്റ്റ് ബാക്കും വെക്കാം, അതുപോലെ തന്നെ CBയും RBയും കളിപ്പിക്കാവുന്നതാണ്. പുള്ളിക്കാരൻ്റെ പ്ലേയിങ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഡിഫെൻസീവ് ഫുൾ ബാക്കാണ്. അത്യാവശ്യം നല്ല സ്പീഡും അതുപോലെ തന്നെ ഡിഫെൻഡിങ്ങിലുള്ള എല്ലാ സാധനങ്ങളും പുള്ളിക്കാരനുണ്ട്. ഈ ഒരു കൂണ്ടൻ്റെ കാർഡ്സിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റൈറ്റ് ബാക്കായിട്ട് വെക്കാവുന്നതാണ്. ഈ ഒരു കാർഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഡിഫെൻസീവ് ഫുൾ ബാക്ക് ആണെങ്കിൽ പോലും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ അറ്റാക്കിങ്ങിലും പുള്ളിക്കാരൻ കയറുന്നുണ്ട്. പിന്നെ ബെൻ വൈറ്റിൻ്റെ കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സബ് ഓപ്ഷൻ ആയിട്ട് വെക്കാവുന്നതാണ്. ബിൽഡപ്പ് കാർഡ്സിനെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വാൻഡിക്കിൻ്റെ കാർഡ്സ് ഉണ്ടെങ്കിൽ അത് വെക്കാം. അതുപോലെ തന്നെ ഈ ഒരു ഡിലൈറ്റിൻ്റെ കാർഡും അത്യാവശ്യം നല്ല പെർഫോമൻസ് ചെയ്യുന്നൊരു കാർഡാണ്. അതുപോലെ തന്നെ ഈ ഒരു വെക്കംപോറിൻ്റെ കാർഡ് നല്ല രീതിക്ക് തന്നെ പെർഫോമൻസ് ചെയ്യുന്നൊരു കാർഡാണ്. ഡിസ്ട്രോയർ കാർഡ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് വെച്ചോ. അത്രയ്ക്കും നല്ല പെർഫോമൻസ് ചെയ്യുന്ന ഒരു ഫ്രീ ആയിട്ട് കിട്ടിയ ഒരു കാർഡാണിത്. പിന്നെ നിങ്ങളുടെ കയ്യിൽ റുഡീഗറിൻ്റെ കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് വെച്ചോ. അപ്പോൾ ഇപ്പോൾ സ്ക്രീനിലായിട്ട് കാണുന്ന ഈ ഒരു കാർഡൊക്കെ ഫ്രീ ആയിട്ട് കിട്ടിയതും അതുപോലെ തന്നെ നല്ല രീതിക്ക് പെർഫോമൻസ് ചെയ്യുന്ന കാർഡുകളുമാണ്. നിങ്ങളുടെ കയ്യിൽ ഈ ഒരു കാർഡിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യുക.